തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് പിസയുടെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേസമയം കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു ഡിഷ് അല്ലേ. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കുള്ള പിസ്സ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പിയിൽ ഞാൻ ഒരു പോയിന്റ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഫസ്റ്റ് പാർട്ടിൽ ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്താൽ മതി, രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ നാട്ടിൽ പോകാൻ പോവാണ്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇന്നത്തെയാണ് അവസാനത്തെ വീഡിയോ. ഞാൻ നാട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ച്, അതായത് ഇന്റർനെറ്റിന്റെ സ്പീഡും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറ്റുകയാണെങ്കിൽ, ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് വീഡിയോസ് ഇടാം. അപ്പം അതുവരയ്ക്കും തൽക്കാലം ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ എല്ലാവരും വെക്കേഷൻ അടിച്ചു പൊളിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാണ്ട് എങ്ങനെയാണ് ബ്രെഡ് പിസ്സ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ബ്രെഡ് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യം എന്താ വേണ്ടത്? ബ്രെഡ് അല്ലേ. ബ്രെഡ് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് മോഡേൺ ബേക്കറിയുടെ സാൻഡ്വിച്ച് വൈറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് മാത്രമല്ല ബ്രൗൺ ബ്രെഡും യൂസ് ചെയ്യാം. സാൻഡ്വിച്ച് ബ്രെഡിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ സ്ലൈസസ് ആയിട്ട് നമുക്ക് കിട്ടും. മറ്റേതൊക്കെ ചിലപ്പോൾ ചെറിയ സ്ലൈസസ് ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രെഡ് ആയാലും വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതായത് 3 കളർ ക്യാപ്സിക്കംസ് ഉണ്ട്, പിന്നെ മഷ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ കുറച്ച് ഒലീവ്സ്. ചില കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല, അതായത് സോസും ചീസും മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് അത് കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, 2 തരത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വഴറ്റാതെ വെറുതെ അതിന് മുകളിൽ ഇട്ടിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം പകുതി എടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വളരെ ചെറുതാക്കി കട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതിനനുസരിച്ച് കട്ട് ചെയ്തോളൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് വളരെ ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത്. ഈ പല പല കളേഴ്സ് ക്യാപ്സിക്കം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും നമ്മുടെ പിസ്സ കാണാൻ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കളേഴ്സ് അല്ലേ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ കൂടുതൽ കുട്ടികൾ അട്രാക്റ്റഡ് ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കുട്ടികളും ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കൂ. ഇതേപോലെ തന്നെ ക്യാപ്സിക്കംസ് ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം, ഓരോ കളറും. 3 ക്യാപ്സിക്കംസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. വല്ല മഷ്റൂമും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നിർബന്ധങ്ങളൊന്നുള്ള കാര്യങ്ങളൊന്നും അല്ല. മഷ്റൂം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മഷ്റൂം എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മഷ്റൂം എടുക്കുന്നുള്ളൂ, ഒരുപാട് മഷ്റൂം വേണ്ട. ഇനി നമുക്ക് സവാള, പകുതി സവാള മതി, ഒരുപാട് സവാള ഒന്നും വേണ്ട. അപ്പോൾ ചെറുതാക്കി നമുക്കതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇതുപോലെ കട്ട് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സവാള താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്ത് മാറ്റി കളയാലോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയുടെ പച്ച കുത്തൊക്കെ ഒന്ന് മാറിക്കോളും. അപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് വേണ്ടത് നമുക്ക് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഇതുപോലത്തെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്ന് വെച്ചാൽ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ടൊമാറ്റോ ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്താൽ മതി പിസയുടെ. അതാണ് അതിൻ്റെ ഭംഗി. നമ്മുടെ അരിയാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിൽ നിന്ന് പകുതി എടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, പകുതി വഴറ്റിയിട്ടും പകുതി വഴറ്റാണ്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. പാൻ വെക്കുക. ആ പാനിലോട്ട് വെർജിൻ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ പിസയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ മാത്രം റിഫൈൻഡ് ഓയിലിൽ ചെയ്താൽ മതി. പക്ഷെ ഒരിക്കലും വെളിച്ചെണ്ണയിലൊന്നും ഇത് ചെയ്യരുതേ, കാരണം പിസയുടെ കംപ്ലീറ്റ് സ്മെല്ലും ടേസ്റ്റും മാറിപ്പോവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ രീതിയിൽ ചെയ്യുമ്പോഴല്ല അതിന്റെ പെർഫെക്ഷൻ വരിക. ഒലിവ് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 3 കളർ ക്യാപ്സിക്കംസ് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും കുറച്ച് വെക്കണം. മീഡിയം തീയിലിട്ട ശേഷം ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിന്റെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയാൽ മാത്രം മതിയാവും, അല്ലാണ്ട് ഒരുപാട് അങ്ങ് വഴറ്റാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഷ്റൂം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സവാള, പകുതി സവാള ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും, ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട. ഇനി അതിലോട്ട് നമുക്ക് അല്പം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക, അല്പം മതി. പിന്നെ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കാം. അപ്പോൾ ഇത് മതി കേട്ടോ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം, ഓഫ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെഡ് ഇല്ലേ, ബ്രെഡിന്റെ സ്ലൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഇതിൽ 2 സ്ലൈസ് ബ്രെഡാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സൈഡ് മാത്രം നല്ല ഗോൾഡൻ കളറിൽ ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്തെടുക്കുന്ന സൈഡിലാണ് നമുക്ക് സോസും ഇതേപോലെ തന്നെ വെജിറ്റബിൾസും ചീസൊക്കെ വെച്ചിട്ട് വെക്കാൻ പോകുന്ന പാർട്ട്. അതേസമയം ഈ മേലെ നമ്മൾ ഇപ്പോൾ ടോസ്റ്റ് ചെയ്യുന്നില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക, നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ. ഇപ്പോൾ പിസ്സയുടെ റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ എന്തായാലും നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 തരത്തിൽ നമുക്ക് ചെയ്യാം, ഓവനിലും ചെയ്യാം, ഇതേപോലെ തന്നെ തവയിലും വെച്ച് ചെയ്യാം. ഇപ്പോൾ രണ്ടും കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. തൽക്കാലം കുട്ടികൾക്ക് വിനാൻറ്റിയുടെ വക ബ്രെഡ് പിസ്സ ചെയ്തിട്ട് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു.
റിക്വസ്റ്റ് ചെയ്ത കുട്ടികളും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഒന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക ആയിട്ടുണ്ടോ എന്ന്. ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. ഇത് ടോസ്റ്റ് ആയിട്ടുണ്ട്. ബ്രെഡ് ഒരു സൈഡ്, ഇത് മതി, ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ 2 തരത്തിൽ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വഴറ്റിയ പച്ചക്കറി വെച്ചിട്ടും വഴറ്റാതെ പച്ചക്കറി വെച്ചിട്ടും. അതുപോലെ തന്നെ പിസ്സ സോസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പ്. അപ്പം എല്ലാവരുടെ കയ്യിലും പിസ്സ സോസ് ഉണ്ടായിരിക്കണം ഒരു നിർബന്ധമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലർ വാങ്ങിക്കാറുമില്ല. അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പിസ്സ സോസിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അവർ ഫേവറേറ്റ് ടൊമാറ്റോ കെച്ചപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് പിസ്സ സോസ് അവൈലബിൾ ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ കെച്ചപ്പ് വെച്ച് ചെയ്യാം. അപ്പോൾ കെച്ചപ്പ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെച്ചപ്പിന് നമുക്കൊരു കുറച്ച് ഫ്ലേവറിങ് കൊടുക്കണം അല്ലേ. ആ ഒരു പിസ്സയുടെ സോസിൻ്റെ ഒരു ഫ്ലേവറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോ നമുക്ക് കെച്ചപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഒറിഗാനോ ഇപ്പോൾ ഇറ്റാലിയൻ സീസണിങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ തനിയെ നമുക്ക് വാങ്ങിച്ചാലും മതി. ഇതൊക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, കുറേ നാൾ കേടാവാതിരുന്നോളും. അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കെച്ചപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത് ബേസിലാണ്, അതായത് തുളസി ഇതേപോലെ തന്നെ കുറച്ച് കയ്യിലെടുക്കുക. ഒന്ന് നന്നായിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഞെരടുക. ആ കെച്ചപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നിങ്ങൾ മണപ്പിച്ച് നോക്കുമ്പോൾ ശരിക്കും പിസ്സ സോസിൻ്റെ നല്ല സ്മെല്ല് വരും. ഈ പിസ്സ സോസിനെ കുറച്ച് പുളിപ്പായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്, അതേസമയം ഇത് ഇച്ചിരി സ്വീറ്റ് ഫ്ലേവർ ആയിരിക്കും അല്ലേ കെച്ചപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും കെച്ചപ്പ് തന്നെയാണ് അവൈലബിൾ ആയിരിക്കുക. പിസ്സ സോസ് ഞാൻ വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ. പിന്നെ ഞാൻ റിയൽ ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പിസ്സ സോസ് വീട്ടിൽ തയ്യാറാക്കാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കെച്ചപ്പ് വെച്ച് നമുക്ക് ആദ്യത്തെ പിസ്സ തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുക്കുക, ഒരെണ്ണം എടുക്കുക. എന്നിട്ട് ടോസ്റ്റ് ചെയ്ത ഭാഗം ഫ്രണ്ടിൽ വരണം. ഓക്കെ. ഈ ടോസ്റ്റ് ചെയ്ത ഭാഗത്തിന്റെ മുകളിലാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒറിഗാനോ അതുപോലെ തന്നെ ബേസിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഇതിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതേസമയം ഒരുപാട് ഓവർ ആക്കരുത്, കാരണം ഇത് വെറ്റായിട്ട് പോവും, ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും സോസ് കൂടി കഴിഞ്ഞാൽ. ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്ന് കവർ ചെയ്താൽ മാത്രം മതി കേട്ടോ. 1-2 ടീസ്പൂൺ വേണ്ടി വരുള്ളൂ ഒരു ബ്രെഡിന്. ഇനി ഇതിന്റെ മേലേക്ക് ഞാൻ എന്താ ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊസറല്ല ചീസ് കുറച്ച് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ലെയറായിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ മൊസറല്ല ചീസ് ഓൾറെഡി ഷ്രെഡഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഒരുപാട് വേണ്ട കേട്ടോ. ആദ്യത്തെ ലെയറിൽ കുട്ടികൾക്ക് ചീസാണല്ലോ ഇഷ്ടം. അപ്പം ചീസ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ താഴത്തിടുന്ന ഭാഗം നമുക്ക് ഒഴിവാക്കാം. വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇടേണ്ട വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിട്ട് തന്നെ ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേസമയം അഡീഷൻസ് ആവുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തക്കാളി 1-2 വെച്ച് കൊടുക്കുക. പിന്നെ ഒലീവ്സ് 1-2 അവിടെ ഇവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്നാലല്ലേ ഒരു പിസ്സ ശരിക്കും പിസ്സയുടെ ഒരു ലുക്ക് വരുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അസലായിട്ടുള്ള പിസ്സ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി അവസാനം ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ മൊസറല്ല ചീസ് അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും കവർ ആയിക്കോട്ടെ. പിന്നെ ചീസൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കുക. കുറച്ച് കുഴിയുള്ള പാനാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ചതിന് ശേഷം അടയ്ക്കുമ്പോൾ കുഴിയില്ലാത്ത പാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീസ് മെൽറ്റായിട്ട് ഈ അടപ്പിൽ പറ്റി പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കുഴിയുള്ളൊരു പാത്രത്തിൽ നമ്മൾ ബ്രെഡ് ഇതേപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടച്ചു വെക്കുമ്പോൾ ചീസ് ഈ മൂടിയുമിൽ പറ്റി പിടിക്കും, നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫസ്റ്റ് ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ചു കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ആദ്യം ഇപ്പോൾ 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിം മതി. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല, കാരണം താഴത്തെ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ടു മീഡിയം ഹീറ്റിൽ വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക എന്തായിട്ടുണ്ടെന്നുള്ള അവസ്ഥ. അതിനുശേഷം മെൽറ്റ് ആയിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഓക്കെ. നമ്മുടെ ബ്രെഡ് പീസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി വഴറ്റാത്ത പച്ചക്കറി വെച്ചിട്ടാണ് അടുത്ത പിസ്സ സ്ലൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാ പച്ചക്കറിയും ഒരു പ്ലേറ്റിലോട്ട് ഇടുക. അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് ആ ഫ്ലേവേഴ്സ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴറ്റിയപ്പോൾ ഒലിവ് ഓയിലല്ലേ വഴറ്റിയിട്ടുണ്ടായിരുന്നത്, അല്പം കേട്ടോ, ഒരുപാടൊന്നുമല്ല. അല്പം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേസിൽ ലീവ്സും ഒറിഗാനോ ഇടുന്നുണ്ട്.
ആ മണത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ അല്പം പെപ്പർ പൗഡർ ചേർത്തോളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പെപ്പർ പൗഡർ അല്പം മാത്രം മതി. വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ പ്രൊസീജിയറാണ് ചെയ്യാറ്, ഞാൻ വഴറ്റാറൊന്നുമില്ല. ഇത് എടുത്ത് മാറ്റി വയ്ക്കുക. ഇത് പിസ്സ സോസിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കുന്ന ഒരു സോസാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഓവറായിട്ട് എനിക്ക് പുളി എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ സ്വന്തം വീട്ടിൽ പിസ്സ സോസ് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം നമുക്ക് അതിനനുസരിച്ച് ടേസ്റ്റിൽ ഡിഫറൻസ് വരുത്താൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് അല്പം ഒരു 2 നുള്ള് പഞ്ചസാര ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഓപ്ഷനിലാണ്, നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ എൻ്റെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യാം, അത് മാറ്റി വയ്ക്കാം. ഇനി ആസ് യൂഷ്വൽ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ മുകളിൽ പിസ്സ സോസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ബ്രെഡ് ആണെങ്കിൽ 2 ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വലിയ ബ്രെഡ് ആയതുകൊണ്ട് എനിക്ക് ഓരോന്നേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വാങ്ങിക്കാൻ കിട്ടുന്ന സോസിൽ ഓൾറെഡി ഓറിഗാനോ ബേസിലൊക്കെ ഓൾറെഡി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ്സ് വെച്ച് കൊടുക്കുക. പിന്നെ 2 സ്ലൈസ് ടൊമാറ്റോ. ചിലവർ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ. പക്ഷേ ബ്രെഡ് പിസ്സയിൽ ഇപ്പോൾ ഒലിവ് ഓയിൽ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഇനി അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചൂടായിരിക്കുന്ന പാനിലോട്ടാണ് നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് ഇത് വെച്ചതിന് ശേഷം ചൂടാക്കാൻ ഇടരുത്. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് സൈഡും പറ്റിയെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കരിഞ്ഞിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചൂടോടുകൂടി കഴിച്ച് ഇതെല്ലാം കൂടി താഴ്ത്തു പോരും. അപ്പോൾ കരിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പൊന്നുമല്ലോ. ഇത് നമുക്കിതൊന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിക്കാം അല്ലേ അത്തു? ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ആത്തുവിന് വെജിറ്റബിൾസ് ഇല്ലാണ്ട് സോസ് മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ. കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ ആ ചീസ് ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ വരുന്നത് കാണില്ല. പക്ഷെ അതേസമയം വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചീസ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ ഒരു രസമില്ലേ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് പിസ്സ റെഡി മണി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പിസ്സ കുട്ടി? അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ. നിങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ട്. ചൂടുണ്ടാവും എന്നാലും ചൂടോട് കൂടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വരുമ്പോൾ ഓഫ്കോഴ്സ് അത് തണുക്കും. എന്നാലും അവർക്ക് ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ പിസ്സ ഏത് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അവർ കഴിച്ചോളും. പക്ഷേ വീട്ടിലൊക്കെ ആണെങ്കിൽ ചൂടോട് കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ലോ ടു മീഡിയം ചൂടിൽ വെക്കാൻ പാടുള്ളൂ. ബ്രെഡിന്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചെയ്ത് മുഴുവനും വെള്ളത്തിലായി പോകും. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.